ഒരാളോട് സംസാരിക്കുമ്പം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയേണ്ടതെന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ സംശയങ്ങൾ വരാറുണ്ട്. ഇന്ന് നമുക്ക് ദിവസവും സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ നിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ നെയിം? അപ്പോൾ അവിടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഐ ആം എസ് എന്നോ മൈ നെയിം ഈസ് എസ് എന്നോ പറയാം. ഓക്കെ, അവിടെ വാട്ട് ഈസ് യുവർ നെയിം. എന്നാൽ നിങ്ങൾക്ക് സുഖമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ എങ്ങനെ പറയാം? ഹൗ ആർ യു? ഇവിടെ ഞാനതെല്ലാം ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, നോക്കാം. നിങ്ങൾക്ക് സുഖമാണോ? ഹൗ ആർ യു. എന്നാൽ അതെ, ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയാൻ ഐ ആം ഫൈൻ. അതൊക്കെ ഒരു കാഷ്വലായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നതിന് ഞാൻ സുഖമായിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നൊരു സംശയം വേണ്ട. കാരണം നമുക്കത് സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും, പക്ഷേ അത് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു യൂസേജ് പറയാറേ ഇല്ല. ആ സമയത്ത് ഐ ആം ഫൈൻ, നന്നായിരിക്കുന്നു, ഐ ആം വെൽ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ അത് തിരിച്ച് നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളോട് ചോദിക്കുന്ന ആളോട് ചോദിക്കാനാണെങ്കിൽ നമുക്കെന്ത് ചോദിക്കാം? വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോൾ എന്താ പ്രത്യേകിച്ച് ജോലി വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ രണ്ട് രീതിയിലും ചോദിക്കാം. നിങ്ങളിപ്പോൾ എന്താ പഠിക്കുകയാണോ, ജോലി ചെയ്യണോ എന്നും ചോദിക്കാൻ വാട്ട് ആർ യു ഡൂയിങ് പറയാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കാൻ നമുക്ക് വാട്ട് ആർ യു ഡൂയിങ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ പറയാണ് ഞാനൊരു പുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഐ ആം റീഡിങ് എ ബുക്ക്. ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഐ ആം റീഡിങ് എ ബുക്ക്. അപ്പം നോക്കൂ, ഒന്നാമത് നമ്മൾ ചോദിച്ചത് നിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ നെയിം. രണ്ടാമത് നിങ്ങൾക്ക് സുഖമാണോ? ഹൗ ആർ യു? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ അല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സുഖമാണോ? പിന്നെന്ത് ചോദിക്കുന്നു? പിന്നെന്താ അപ്പം അതിന് മറുപടിയായിട്ട് എന്ത് പറയുന്നു? അതെ, ഞാൻ സുഖമായിരിക്കുന്നു. അങ്ങനെയാണ് ഐ ആം ഫൈൻ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് രണ്ടർത്ഥത്തിൽ ചോദിക്കാം. ഒന്ന്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ചോദിക്കാം. അതിന് വാട്ട് ആർ യു ഡൂയിങ്. ഇപ്പോൾ ഈ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ എന്ത് ജോലി, ഇപ്പം എന്താ ചെയ്യുന്നതെന്നാണെങ്കിൽ ഐ ആം റീഡിങ് എ ബുക്ക്. ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊരു പുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത നോക്കൂ, പിന്നെ പറയാണ് നിങ്ങൾ എവിടെ പോകുന്നത്, എങ്ങോട്ട് പോവാ നിങ്ങളിപ്പോൾ എന്ന് ചോദിക്കുന്നതിന് എന്ത് പറയാൻ പറ്റും? വെയർ ആർ യു ഗോയിങ്. വെയർ ആർ യു ഗോയിങ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇപ്പോൾ എവിടോട്ടാണ് പോകുന്നത്? അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. ഞാൻ ആണ് പോകുന്നു, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഐ ആം ഗോയിങ് ടു. ഓക്കെ, ഐ ആം ഗോയിങ് ടു എവിടെയായിട്ടാണ്? ദ മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറയുമ്പം ദ മാർക്കറ്റ് എന്നേ വരും. എന്നാൽ മാർക്കറ്റിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് ടു ദ മാർക്കറ്റ്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. അപ്പോൾ പറയാണ് ഒന്ന് നിൽക്കുമോ, നിങ്ങൾക്കൊന്ന് കാത്തിരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ എന്താ? ദയവായി ഇവിടെ ഒന്ന് നിൽക്കുമോ എന്ന് ചോദിക്കാൻ പ്ലീസ് വെയിറ്റ് ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നവിടെ നിൽക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്? പ്ലീസ് വെയിറ്റ് ഹിയർ. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ എന്നാണ് ചോദിക്കുന്നെങ്കിലോ? ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? ക്യാൻ യു ഹെൽപ്പ് മീ. അപ്പം നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? അപ്പോൾ സഹായിക്കുവാണെങ്കിൽ അവരോട് നമുക്ക് താങ്ക് യു പറയാം. അപ്പോൾ എന്താണ്? നന്ദി പറയുന്നതിന് താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾ എവിടെ പോകുന്നു എന്നാണെങ്കിൽ വേർ ആർ യു ഗോയിങ്. ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു, ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ദയവായി ഇവിടെ കാത്തിരിക്കൂ, പ്ലീസ് വെയിറ്റ് ഹിയർ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ. വളരെ നന്ദിയുണ്ട് എന്ന് പറയാൻ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അതുപോലെ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ.
ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നവരെ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നവരാണെങ്കിൽ ഐ ആം ഗോയിങ് ടു ദ സ്കൂൾ എന്ന് പറയാം. ഓക്കെ, ഈ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമെന്നൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. എന്നാൽ തൊട്ടടുത്തായിട്ട് ഇപ്പം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്ന് പറയാൻ എന്ത് പറയും? ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു, ഐ ആം ഹംഗ്രി. എന്നാൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണെങ്കിലോ ഐ ആം ഹാപ്പി. ഇനി നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പം സമയം എന്തായി? വാട്ട് ടൈം ഈസ് ഇറ്റ്? സമയം എന്തായി എന്ന് ചോദിക്കാൻ വാട്ട് ടൈം ഈസ് ഇറ്റ്. എന്നാൽ സമയം ഇപ്പം എന്തെന്നാണെങ്കിൽ വാട്ട് ടൈം ഈസ് നൗ. ഇപ്പോൾ സമയം എന്തായി. അപ്പോൾ സമയം നമുക്ക് പറയാൻ ഇറ്റ് ഈസ് 4 o'clock ഇറ്റ് ഈസ് 2 o'clock ഇഷ്ടമുള്ളതുപോലെ പറയാം. ഇറ്റ് ഈസ് ചേർത്തിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ പറയാണ് ദാ നല്ല മഴയുണ്ട്, അപ്പം മഴ പെയ്യുന്നു എന്ന് പറയാൻ ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മഴ പെയ്യുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ്. എന്നാൽ ഇന്നലെ മഴ പെയ്തു എന്നാണെങ്കിലോ ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. ഇന്നലെ മഴ പെയ്തു, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. നാളെ മഴ പെയ്യും എന്നാണെങ്കിലോ ഇറ്റ് വിൽ റെയിൻ ടുമോറോ. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ക്ലൈമറ്റ് പോലെ മഴ പോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോഴും ഇറ്റിലാണ് തുടങ്ങേണ്ടത് എന്നത് ഓർക്കുക. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞ് ടിപ്സും ട്രിക്സും ഒക്കെ വേണ്ടവർ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷിൽ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു നമ്പറിൽ, ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊരു മെസ്സേജ് ഇട്ടാലും മതിയാകും. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ക്ലാസ്സുകളാണ്, ഓൺലൈനാണ്. ഗ്രാമറുമായി ബന്ധപ്പെട്ടുള്ളതോ സ്പീക്കിങ്ങുമായിട്ടുള്ളതോ റീഡിങ്, റൈറ്റിംഗ് മുതലായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. നന്നായി വായിക്കാനും എഴുതാനും ഒക്കെയുള്ള കോഴ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സസും തൊട്ടടുത്ത മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ക്ലാസ്സുകൾ അറിയണം എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കുക. ഒപ്പം തന്നെ ഈ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഒപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഏറ്റവും അവസാനം ഞാൻ കുറച്ച് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കൂ, എനിക്ക് വിശക്കുന്നു, ഐ ആം ഹംഗ്രി. സമയം എന്തായി? വാട്ട് ടൈം ഈസ് ഇറ്റ്? മഴ പെയ്യുന്നു, ഇറ്റ് ഈസ് റെയിനിങ്. നമ്മൾ ഈ മഴ പെയ്യുന്നു എന്നുള്ളതിന് അവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഇപ്പം മഴ പെയ്യുന്നു അല്ലെങ്കിൽ മഴ പെയ്യാറുണ്ട് എന്ന് പറയാൻ നമുക്ക് ഇറ്റ് റെയിൻസ് എന്ന് പറയാം. മഴ പെയ്യാറുണ്ട്, ഇവിടെ മഴ പെയ്യാറുണ്ട്, ഇറ്റ് റെയിൻസ്. മഴ പെയ്യുന്നുണ്ട്, ഇറ്റ് റെയിൻസ് എന്നൊക്കെ പറയാം. എന്നാൽ മഴ പെയ്തു എന്ന് വരുമ്പോൾ നമ്മളവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. റെയിൻ എന്നുള്ളതിനെ റെയിൻഡ് എന്നാക്കുക. ഇറ്റ് റെയിൻഡ്, മഴ പെയ്തു. ഇപ്പം ഇന്നലെ മഴ പെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. എന്നാൽ നാളെ മഴ പെയ്യും എന്ന് പറയാനായിട്ട് ഈ റെയിൻഡ് എന്നത് അവിടെ മാറ്റിയിട്ട് വിൽ റെയിൻ ആക്കിയാൽ മതിയാകും. അതായത് ഇറ്റ് വിൽ റെയിൻ, നാളെ മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ ടുമോറോ. അപ്പം ഇപ്പം മഴ പെയ്യുന്നു, ഇറ്റ് റെയിൻസ് നൗ. ഇന്നലെ മഴ പെയ്തു, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. നാളെ മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ. ഈ റെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം റെയിൻ എന്ന് പറയുന്നത് ഒരു വെർബായിട്ട് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ തന്നെ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം റെയിനുമായി ബന്ധപ്പെട്ട ഈ ഇറ്റ് റെയിൻസ്, ഇറ്റ് റെയിൻഡ്, ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണെങ്കിൽ ഇറ്റ് മേ റെയിൻ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇറ്റ് മേ റെയിൻ. ഓക്കെ, ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം തോന്നുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഐ ആം ഫീലിംഗ് ടയേർഡ്. ഞാൻ ക്ഷീണിതനാണ്. എന്നാൽ ഞാൻ തിരക്കാണെന്നാണെങ്കിലോ ഐ ആം ബിസി. എനിക്ക് വിശപ്പ് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയാൻ ഐ ആം ഫീലിംഗ് ടയേർഡ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഐ ആം ഫീലിംഗ് ഹംഗ്രി മതി. ഓക്കെ, ഇനി നോക്കൂ, നിനക്ക് ചായ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീ? നീ ചായ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ചായ കുടിക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതിന് ഡു യു ലൈക്ക് ടീ. കോഫി ആണെങ്കിലോ ഡു യു ലൈക്ക് കോഫി. ഓക്കെ, അടുത്ത് നോക്കൂ, എൻ്റെ ഫോൺ എവിടെയാണ്? അയ്യോ, എൻ്റെ ഫോൺ കണ്ടില്ലല്ലോ. വേർ ഈസ് മൈ ഫോൺ? ഇവിടെ ഈ വേർ ഈസ് മൈ ഫോൺ എന്നത് നമുക്ക് എൻ്റെ ബാഗ് എവിടെയാണ്? വേർ ഈസ് മൈ ബാഗ്. എൻ്റെ ബുക്ക് എവിടെയാണ്? വേർ ഈസ് മൈ ബുക്ക്. ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള ഒരു രീതി കിട്ടും. ഓക്കെ, അടുത്ത് നോക്കൂ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഞാൻ ഉറങ്ങാൻ പോകുന്നു. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു.
ഇനി നിൻ്റെ പദ്ധതി എന്താണ്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിൻ്റെ പദ്ധതി എന്താ? വാട്ട് ഈസ് യുവർ പ്ലാൻ? വാട്ട് ഈസ് യുവർ പ്ലാൻ? അല്ലെങ്കിൽ നിൻ്റെ അടുത്ത പദ്ധതി എന്താണെന്നാണെങ്കിലോ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഓക്കെ, അപ്പോൾ നോക്കൂ, ഞാൻ ക്ഷീണിതനാണ്. ഐ ആം ഫീലിംഗ് ടയേർഡ്. നിനക്ക് ചായ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീ? എൻ്റെ ഫോൺ എവിടെയാണ്? വെർ ഈസ് മൈ ഫോൺ? ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഇനി നിൻ്റെ പദ്ധതി എന്താണ്? വാട്ട് ഈസ് യുവർ പ്ലാൻ? ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പതിയെ പതിയെ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളിലൂടെ നമുക്ക് പോകാം. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ആ ലൈറ്റ് ഒന്ന് ഓണാക്കോ എന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ ടേൺ ഓൺ ദ ലൈറ്റ്. അപ്പോൾ ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കുമോ പ്ലീസ് പറഞ്ഞിട്ട്, പ്ലീസ് ടേൺ ഓൺ ദ ലൈറ്റ്. ആ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യാനാണെങ്കിലോ ആ ടേൺ ഓൺ മാറ്റി എന്താക്കണം? ടേൺ ഓഫ് ദ ലൈറ്റ്. ഓക്കെ, ആ ഭക്ഷണം നല്ല രുചികരമാണെന്ന് പറയാൻ എങ്ങനെയാ? ദിസ് ഫുഡ് ഈസ് ഡെലീഷ്യസ്. ദി ഫുഡ് ഈസ് ഡെലീഷ്യസ്. നിങ്ങൾ എവിടെ താമസിക്കുന്ന? നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാൻ വേർ ഡു യു ലീവ്? വേർ ഡു യു ലീവ്? ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. നിനക്കത് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ മനസ്സിലാകുക എന്നാണ്. നിനക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ലൈറ്റ് ഓൺ ആക്കൂ. ടേൺ ഓൺ ദ ലൈറ്റ്. ഭക്ഷണം രുചികരമാണ്. ദ ഫുഡ് ഈസ് ഡെലീഷ്യസ്. ടേസ്റ്റി എന്നും പറയാം കേട്ടോ. നിങ്ങൾ എവിടെ താമസിക്കുന്നു? വേർ ഡു യു ലീവ്? ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. നിനക്ക് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നിനക്ക് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, എനിക്കത് അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ. ദയവ് പതിയെ സംസാരിക്കൂ, അല്ലെങ്കിൽ പതിയെ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറച്ച് അല്ലെങ്കിൽ മന്ദഗതിയിൽ സംസാരിക്കൂ. പ്ലീസ് സ്പീക്ക് സ്ലോലി. ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. ഐ ആം ബിസി നൗ. ബിസി തിരക്കാണല്ലോ. ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ ആം ബിസി നൗ. എനിക്ക് വെള്ളം തരൂ. പ്ലീസ് ഗീവ് മീ വാട്ടർ. എനിക്ക് വെള്ളം തരൂ. ഓ, ഉത്കണ്ഠപ്പെടണ്ട, നീ വലിയ ആങ്ഷ്യസ് ആവണ്ടെന്ന് പറയില്ലേ? ഡോണ്ട് വറി, വിഷമിക്കണ്ട. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ നോക്കൂ, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ദയവായി മന്ദഗതിയിൽ സംസാരിക്കൂ. പ്ലീസ് സ്പീക്ക് സ്ലോലി. ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ ആം ബിസി നൗ. ദയവായി എനിക്ക് വെള്ളം തരൂ. പ്ലീസ് ഗീവ് മീ വാട്ടർ. ഉത്കണ്ഠപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കണ്ട. ഡോണ്ട് വറി. ഇനി ഞാൻ ഈ തരുന്ന വാക്യങ്ങൾ സ്വന്തമായി ഒന്ന് എഴുതാൻ ശ്രമിക്കൂ. ഇവിടെ വരൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ വരരുത്. തേർഡ് ക്വസ്റ്റ്യൻ, ഇത് കഴിക്കൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നാളെ മഴ പെയ്യും. ഇവയുടെ ഉത്തരങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്, നോക്കുക. ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്ത് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.